ഇനി ഇത്തിരി ചക്ക വേവിച്ചാലോ? നല്ല വിളഞ്ഞ ചക്ക എടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ചക്കയിലോട്ട് ചേർക്കാൻ ഒരരപ്പ് തയ്യാറാക്കണം. അതിനാദ്യം കുറച്ച് കാന്താരിമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു കല്ലിലോട്ട് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. കാന്താരിമുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു കിട്ടിയാൽ ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ജീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതൊത്തിരി അരഞ്ഞു പോകാനും പാടില്ല, എന്നാൽ നന്നായിട്ട് ചതഞ്ഞും കിട്ടണം. ഏകദേശം നെയ്യ് പരുവത്തിലായി കിട്ടിയാൽ മതിയേ. അരപ്പൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഒരു ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ചക്ക ഇട്ട ശേഷം അതിന്റെ മുകളിലോട്ട് നമ്മുടെ അരപ്പ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി ബാക്കിയുള്ള ചക്കയും കൂടെ അതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരപ്പും ചക്കയും കൂടെ നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് വേവിക്കുന്നത്. ഒരുപാട് വെള്ളം ആയാൽ ചക്ക കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതിയേ. ഇനി അതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ചക്ക നല്ലോണം വിളഞ്ഞ് ചെറിയൊരു മധുരം വന്നു തുടങ്ങിയോണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുവേ. അങ്ങനെ നമ്മളിതിനെ ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടേ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു മണം വരുന്നുണ്ടേ. ഇനിയൊരു തുടുപ്പെടുത്ത് നന്നായിട്ട് ചക്കയൊന്ന് ഉടച്ചെടുത്താൽ നമ്മുടെ അടിപൊളി ചക്ക വേവിച്ചത് റെഡി. ഞാനെടുത്തിരിക്കുന്ന ചക്കയ്ക്ക് ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് കാന്താരിയുടെ എരിവും ചക്കയുടെ മധുരവും ഒക്കെ കൂടി ആകുമ്പോൾ അടിപൊളിയാണേ. ഈ ചക്ക വേവിച്ചതിന്റെ കൂടെ നല്ല അടിപൊളി ഒരു മുളകിട്ട മീൻകറി കൂടി ആയാലും സൂപ്പറായി.